എനിക്കത്ര വിശ്വാസം പോരാ. ആ കുളമാവോ എങ്ങനെയെങ്കിലും. എനിക്കല്ല ഇയാക്കാ പിന്നെ തന്തയ്ക്ക്. കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി നാടകമെല്ലാം കളിച്ച ചന്തക്കാട് വിഷനല്ല ഇയാളാ. കൂട്ടിന് അനിയനും. ആരെയാടാ നീ തല്ലിയത്? ഈ മനുഷ്യനല്ല, നെയ്യാറ്റിൻകരയുള്ള നിന്റെ തന്ത. അങ്ങനെ പോയി വിളിക്കും. ഉടുതുണിക്ക് മറുതുണിയില്ലാതെ കണ്ടവന്റെ ഒക്കെ കൂടെ നാട് തന്നെ നടന്ന യവന്റെ 4 പെങ്ങന്മാരെ കെട്ടിച്ചയച്ച ഈ മനുഷ്യനെയാണ് അവൻ തല്ലിയത്. 10 കൊല്ലത്തിന് മുൻപ് യവന്റെ തന്ത ഒരു ധർമ്മക്കാരന്റെ കുട്ടി വീട്ടിൽ കയറി വന്നത് എന്തിനാണെന്ന് എനിക്കറിയാമോ? IPS കിട്ടിയ മോന് പാന്റ് വേണം, ഷർട്ട് വേണം, വാച്ച് വേണം, വണ്ടിക്കൂലി വേണം. പോലീസ് പിടിച്ചോണ്ട് പോയ ഇളയ പെണ്ണിനെ തലമുട്ടയടിക്കാതെ ജാമ്യത്തിൽ ഇറക്കണം. അമ്മേ, കൊച്ചുങ്ങൾ കേൾക്കുന്നു. കൊച്ചുങ്ങൾ കേൾക്കട്ടെടി. അവത്തങ്ങളുടെ വംശമാണോ അവത്തങ്ങളും അറിയട്ടെ. ഞാൻ അന്നേ കരഞ്ഞ് കാല് പിടിച്ച് പറഞ്ഞതല്ലേ മനുഷ്യ, IPSന്റെ പേരും പറഞ്ഞ ആ കൂതറ കുടുംബത്തിലേക്ക് നമ്മുടെ മോളെ അയക്കല്ലേന്ന്. ഇപ്പൊ മേടിച്ചു കെട്ടിയപ്പോ സമാധാനമായല്ലോ. അമ്മേ, മക്കളെ, അച്ഛനെ അവൻ തല്ലിയടാ. ഇതേ വാ. എങ്ങോട്ട്? എടി നിന്നോട് വരാനാ പറഞ്ഞത്. പോകരുതെന്ന് ഞാനാ പറഞ്ഞത്. അമ്മേ, അയ്യോ അച്ഛൻ, എന്താ? എന്റെ ഭഗവാനെ, മക്കളെ ഡോക്ടറെ വിളിക്കടാ. അയാൾക്ക് ഒരു പുല്ലുമില്ല. അയാൾ ഇതിനേക്കാ വലിയ നാടകം കളിക്കും. നീ വാ. എടീ, തന്ന ചാവാൻ കിടക്കുമ്പോ നീ നിന്റെ അമ്മാവിയപ്പന്റെ ചാവാൻ കിടക്കുന്ന ഈ മനുഷ്യന്റെ നെഞ്ചൊന്ന് തിരുമോ ഇത്തിരി വെള്ളം കൊടുക്കോ ചെയ്യടി. നിന്നോടാ പറഞ്ഞത്. പോടാ ഇറങ്ങി. നിന്നോട് വരാനാ പറഞ്ഞത്. അവള് വരുന്നില്ലെന്ന് ഞാനാ പറഞ്ഞത്. മോളെ, വേഗം പോയി ഇത്തിരി വെള്ളം എടുത്തോണ്ട് വാ. കണക്കുകൂട്ടലെല്ലാം പിഴച്ചല്ലോ റൈറ്ററേ. പിഴച്ചെങ്കി ആ പേജങ്ങ് വെട്ടിക്കളഞ്ഞേക്കണം. എന്റെ പ്രകടനം നടക്കുമ്പോ ഈ കിടന്ന കിടപ്പ് ഞാൻ എല്ലാം തീരുമാനിച്ചുറച്ചു. തന്തച്ചുഴി കണ്ട മോനെയും കൊല്ലാവുന്ന ആ ശാസ്ത്രം. മോള് വരുന്നു. അയ്യോ, എന്തൊരു വേദനയായത്. 8-10 കൊല്ലം ഒരുമിച്ച് താമസിച്ചിട്ടും ഗീതയ്ക്ക് പോലും എന്നെ മനസ്സിലായില്ല. അല്ലേ അവക്ക് ശരിക്കും മനസ്സിലായി കാണും. അവളുടെ തന്തയെ തല്ലിയ കാൽ കാശിന് വകയില്ലാത്ത ഞാൻ വിളിച്ചാ പിന്നെ അവള് വരുവോ? വക്കീലെന്ന് പറയുന്ന ആ സ്ത്രീ ഉണ്ടല്ലോ, സ്ത്രീയോ, ഭദ്രകാളിയാ, ഭദ്രകാളി. മതി, ഒരു ദേവദാസ് പുനർജനിക്കേണ്ട സാഹചര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. ആ സ്ത്രീ ഇന്ന് എന്റെ മക്കളെ മുമ്പിൽ വെച്ച് വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ സത്യമാണോ? പഠിക്കാൻ അല്പം മിടുക്കുണ്ടായിരുന്നു വിളിച്ചാൽ കുടുംബചരിത്രം, പെഡിഗ്രി പുറത്തു പറയാൻ കൊള്ളാവുന്നതല്ല. കെട്ടുപ്രായം കഴിഞ്ഞ് പേരും കേൾപ്പിച്ച് നിന്ന് 5 പെങ്ങന്മാരെ ഇറക്കി വിടാൻ, എന്റെ അച്ഛനും അമ്മയ്ക്കും ഒരു കിടപ്പാടം ഉണ്ടാക്കാൻ എന്റെ അച്ഛൻ എന്നെ വിറ്റു. കേളു റൈറ്റർക്ക്. He paid me well. ആ നാണം കെട്ട കാശ് എന്റെ ഈ കൈ കൊണ്ടാ ഞാൻ എണ്ണി വാങ്ങിച്ചേ. മതി സാറേ, വിട്. ഇപ്പൊ വിളിച്ച സാറേ ഇവിടെ ഉണ്ടല്ലോ, അതുപോലും ഒരുമാതിരി ആക്കിയാണെന്നാ എനിക്ക് തോന്നുന്നത്. ഒരു തരത്തിൽ പറഞ്ഞ തന്റെ പിച്ചയല്ലടൂ എന്റെ കാക്കി, എന്റെ കുടുംബം. 1ാം റാങ്കുകാരൻ പുറത്തു പോയപ്പോ ഏറ്റവും താഴെ കിടന്ന മണ്ടൻ ഞാൻ അകത്ത്. കയ്യിലിരിപ്പ് ഗുണ്ടായുസമാണേലും തന്റെ ജീവിതമാണോ സക്സസ്. കൈ നിറയെ പണം, എന്തും ചെയ്യാൻ ശക്തിയുള്ള കുറെ കൂട്ടുകാര്, ഒരുമാതിരിപ്പെട്ടവനൊക്കെ പേടിക്കുന്ന 1ാം തരം ഒരു നിക്നെയിം, ചന്തക്കാട് വിശ്വൻ. പിന്നെ ഒരു പ്ലേറ്റോണിക് ലവിന്റെ സുഗന്ധവും പേര് ചുറ്റും പറക്കുന്ന IAS ചിത്രശലഭം സോണി. ഇന്ന് അവളെ കാരണത്ത് വെച്ച് എന്നെ ഫയർ ചെയ്തു. സീനിയർ ഓഫീസർ അല്ലേ, കളക്ടർ. താൻ അവളെ കെട്ടിയിട്ട് വേണം എനിക്ക് അവളുടെ മുഖത്ത് നോക്കി 4 വർത്തമാനം പറയാൻ. IAS അല്ല എന്നാ കോപ്പാണെന്ന് പറഞ്ഞാലും മൂത്തവളുടെ മുഖത്ത് നോക്കി ആരെ പുല്ലേ വർത്തമാനം പറയുന്നേ. പക്ഷെ അത് താൻ അവളെ കെട്ടിയിട്ടേ ഞാൻ പറയത്തുള്ളൂ.
അല്ലെങ്കിൽ എന്റെ തൊപ്പി പോവും. ആ പറയാതെ തന്നെ മനസ്സിലായല്ലോ, നന്നായി. ദാ, ഇത് കുടിക്ക്. അത് മോര് കള്ളറങ്ങാൻ. എനിക്ക് കള്ളിറങ്ങണ്ട, ഉറങ്ങണം. ഞാൻ തന്റെ കട്ടിലേക്ക് കിടന്നോളാം. വേണ്ട, ചന്തക്കാട് വിഷുവിന്റെ കൂടെ കിടക്കാൻ വേറെ ആള് വരും. അത് വരുന്ന കാലത്ത് വരും. സാറ് വീട്ടിൽ പോകും, ഞാൻ കൊണ്ടാക്കാം. ഓ, അവിടെ ആരിരിക്കുന്നത്? വെറുതെ ആൾക്കാരെ കൊണ്ട് അതൊന്നും പറയിപ്പിക്കില്ല സാറേ. നാളെ ചെയ്തു തീർക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ആലോചിച്ച് ഉറപ്പിച്ചതാ. മൂർഖനിട്ട് ചവിട്ടം കൊടുത്ത് മതയാനക്കിട്ട് കല്ല് പറഞ്ഞ് വെച്ച് വെള്ളമടിച്ച് നടന്നാലത്തെ അനുഭവം അറിയാമല്ലോ. ആ, തട്ടിപ്പോവും. അപ്പൊ അറിയാം. അത് കുടിക്കും. പോലീസുകാരെ എനിക്ക് വിശ്വാസമില്ല. സാറിന്റെ വീട്ടില് എന്റെ ആളുകൾ കാവൽ നിൽക്കും. ധൈര്യമായിട്ട് ഉറങ്ങാം. No, you must believe. ഇവിടെ ഈ നഗരമധ്യത്തിൽ ഇത് പ്രവർത്തിക്കുന്നു. കേളൂറൈറ്റഡ് പണം കൊണ്ട് മാത്രം ഒതുങ്ങാത്ത പൊളിറ്റീഷ്യൻസിനെ ബ്രൈബ് ചെയ്യാൻ, ബ്യൂറോക്രാറ്റ്സിനെ ബ്രൈബ് ചെയ്യാൻ പേരിനതൊരു തുന്നൽ കേന്ദ്രമാണ്. വെരി സിംബോളിക്. സോറി, ചില സമയത്തൊക്കെ ഞാൻ ഇതുപോലെ വൾഗറാവും. ആ സ്ഥാപനം ഇല്ലാതായാൽ കേളൂറൈറ്റഡ് ഒരു അട്രാക്ഷൻ കുറയും. ഇല്ല വിശ്വേട്ടാ, ഇതൊരു സിമന്റ് ഗോഡൌൺ ആണ്. സിറ്റി കോർപ്പറേഷന്റെ വകയാണ് ഈ ബിൽഡിംഗ്. കേളു റൈറ്റർ വാടകയ്ക്ക് എടുത്തിരിക്കുകയാണിത്. കൃത്യമായിട്ട് വാടകയും തരുന്നുണ്ട്. തരാമല്ലോ. സിമന്റ് വിറ്റാലും കട്ടാലും കിട്ടുന്ന ലാഭത്തിനൊരു പരിധിയുണ്ട്. സിമന്റ് ചാക്കുകൾക്കിടയിൽ കഞ്ചാവാണെങ്കിലോ വിദേശ നാണ്യം നേടാവുന്ന മയക്കുമരുന്നുകളാണെങ്കിലോ ഓഫ് കോഴ്സ് സുവർണ ഏതായാലും ഉണ്ടാവില്ല. അതിന്റെ കാലം കഴിഞ്ഞു. അല്പം സ്ഥലം മെനക്കെടുത്തുമെങ്കിലും സിൽവർ ഈസ് സ്റ്റിൽ പ്രോഫിറ്റബിൾ. വെള്ളി എന്തെങ്കിലും സംഭവിച്ചാൽ മന്ത്രിസഭ കാണുകയല്ലെന്ന് ഇതുവരെ അച്ചടിച്ച ഒരു കോപ്പി പോലും വെളിച്ചം കാണാൻ പാടില്ല. എന്താ പോരെ? നഗരത്തിൽ പോലീസ് അതിക്രമം. 2 കോടി രൂപയുടെ സിമന്റ് നശിപ്പിച്ചു. അർദ്ധരാത്രിയിൽ നഗരത്തിൽ പോലീസ് വിളയാട്ടം. ചുമ്മാതെ ചിരിച്ചുകൊണ്ടിരിക്കാതെ ഒരു നന്ദിയെങ്കിലും പറയടൂ റൈറ്ററെ. സ്വന്തം മുതലിൽ നിന്നൊരു പങ്ക് പോകുന്ന കണ്ടപ്പോ മുഖ്യമന്ത്രിക്ക് ഉറക്കമില്ല. രായിക്ക് രാമാനം. ഹലോ ഹലോ റൈറ്ററെ, ഒന്നും കേൾക്കാൻ വയ്യ. യു ആർ അണ്ടർ അറസ്റ്റ്. ഹലോ സീക്കാരെ, ഇവിടെ എന്നെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുക. ഈ ചന്ദ്രദാസ് എന്താ ഇത്? എന്ത് പോക്കറ്റിലാണ് ഞാൻ കാണിക്കുന്നത്? ഈ രാജ്യത്തൊരു നിയമമില്ല. ഉണ്ടല്ലോ, അതാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ആ ഉണ്ട്, കാണട്ടെ. കാണണോ? ഇത് തന്നെ
എന്താണോ വേണ്ടേ? കൈവിടാൻ വായോട്ട് അടങ്ങോട്ട്. വണ്ടിയില്ലേ? ആ ഉണ്ട്, 2 എണ്ണം. പക്ഷെ ഡീസൽ ക്ഷാമം. വായിച്ചില്ലേ സ്വന്തം മുഖ്യമന്ത്രിയുടെ പ്രസ്താവന? 2 കിലോമീറ്ററല്ലേ ഉള്ളൂ, നടന്നു പോകാനേ ഉള്ളൂ. ഞെടോ സാരമില്ല, പോകുന്ന വഴിക്ക് 3 ആശുപത്രി ഉണ്ട്, അറിയാമല്ലോ. അമ്മേ. സാരമില്ല മോളെ, മോടെ കെട്ടിയവന്റെ ആയുസ് എത്തിക്കഴിഞ്ഞു. ദിവസവും മുഹൂർത്തവും തീരുമാനിച്ചാ മതി. താനെന്താ തെരുവ് നാടകത്തിൽ ഇറങ്ങിയിരിക്കണോ? സാർ, ഞാൻ പത്രവാർത്തകൾ വിശ്വസിക്കരുത് സാർ, അതെല്ലാം വളച്ചൊടിച്ചതാണ്. ഇന്നലെ രാത്രിയിലെ ഓപ്പറേഷൻസ് ഞാൻ ഡീറ്റെയിൽ ചെയ്യാം. ഈസ് എ ക്രിമിനൽ. എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ട ഈ കാഴ്ച താനൊന്ന് ഡീറ്റെയിൽ ചെയ്യൂ. ഇദ്ദേഹം എന്താ ഉത്സവപ്പറമ്പിലെ പോക്കറ്റടിക്കാരനോ തെരുവിലോ നടത്താൻ? താൻ IPS ഓഫീസറാണോ അതോ പോലീസ് കോൺസ്റ്റബിൾ ആണോ? സാർ, നോ, യു ആർ അണ്ടർ സസ്പെൻഷൻ മിസ്റ്റർ ചന്ദ്രദാസ്. താൻ എന്നെ വെച്ചൊരു TV സീരിയൽ എടുക്കായിരുന്നല്ലോ. സാർ, ഞാൻ പറയുന്നത് എന്നെ അവന്മാരുടെ മുമ്പിൽ കോമാളിയാക്കിയിട്ട് താനത് കണ്ട് രസിക്കായിരുന്നല്ലേ? പോലീസുകാരന് ചങ്ങാത്തം കൂടാൻ പറ്റിയവനല്ല കള്ളൻ. സ്നേഹം അഭിനയിച്ച്, ആപത് ബാന്ധവനായി അഭിനയിച്ച്, എന്റെ വീക്ക് പോയിന്റ്സിലെല്ലാം ടച്ച് ചെയ്ത് താനും എന്നെ ചതിക്കായിരുന്നു അല്ലേടോ ചന്തക്കാട് വിശ്വനാഥ? അല്ല, കേളു റൈറ്റർ അത് അർഹിക്കുന്നുണ്ടെങ്കിലും അയാളെ വഴി നടത്തി അവമാനിക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. സ്വന്തം മനസാക്ഷിയെ വഞ്ചിച്ച്, പാരമ്പര്യത്തെ അവമാനിച്ച്, ഒരു ചാൻ വയറിന് വേണ്ടി കള്ളവാറ്റും കത്തിക്കുതും നടത്തുന്ന പാവപ്പെട്ട ചന്തക്കാട് നിവാസികൾക്ക് കേളു റൈറ്ററുടെ ഓരോ വീഴ്ചയും ഒരു കെട്ടുകാഴ്ച. അവരത് കാണും, എൻജോയ് ചെയ്ത് അട്ടഹസിക്കും, ഞാനടക്കം. സ്വന്തം കുടുംബം തകർന്ന് തൊപ്പിപോയൊരു പോലീസുകാരന് കള്ളക്കടത്തുകാരന്റെ ഫ്ലാഷ് ബാക്ക് കേൾക്കാൻ താല്പര്യമില്ലെന്നറിയാം. ചരിത്രത്തിന്റെ തങ്കത്താളുകൾ പോയിട്ട് കൂറക്കടലാസിലടിച്ച ടിപ്പണിയിൽ പോലും പേര് വരാത്ത ഒരു കൂട്ടം നിസ്വാർത്ഥ സേവകരുടെ പിൻതലമുറയാണ് ഞാനടക്കമുള്ള ഇന്നത്തെ ചന്തക്കാട് വാസികൾ. പകരമൊന്നും ഉടുക്കാനില്ലാത്ത ഉടുതുണികൾ അവർ വിദേശ വസ്ത്ര ബഹിഷ്കരണത്തിന്റെ പേരിൽ സ്വാതന്ത്ര്യ സമര തീച്ചൂടയിലേക്ക് എറിഞ്ഞു. യർവാദ അടക്കമുള്ള ജയിലുകളിൽ ഗാന്ധിജിയോടൊപ്പം തടവ് ശിക്ഷ അനുഭവിച്ചു. ഉപ്പു സത്യാഗ്രഹത്തിന് ഗാന്ധിജി അനുഗമിച്ചു. പക്ഷേ അതേക്കുറിച്ച് ലണ്ടൻ ടൈംസിൽ വന്ന വാർത്താ ചിത്രങ്ങളിലൊന്നും അവരുടെ മുഖങ്ങൾ ഉണ്ടായിരുന്നില്ല. ഗാന്ധിസം അവർക്കൊരു ജീവിതചര്യയായിരുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം, കൃത്യമായി പറഞ്ഞാൽ ഗാന്ധിജിയുടെ മരണത്തിന് ശേഷം, പവർ പൊളിറ്റിക്സിന്റെ ലൈം ലൈറ്റിലേക്കൊന്നും വരാതിരുന്ന അവര് ഈ നഗരത്തിന് പുറത്ത് ഒരു മാതൃകാ ഗ്രാമം ഉണ്ടാക്കി. രാഷ്ട്രപിതാവ് വിഭാവനം ചെയ്ത ഒരു സെൽഫ് സഫിഷ്യന്റ് ഗ്രാമപഞ്ചായത്ത്. മദ്യത്തിനും ഹിംസയ്ക്കും ചൂഷണത്തിനും ഒന്നും സ്ഥാനമില്ലാതിരുന്ന ആ ഗ്രാമത്തിലാണ് പാവപ്പെട്ട ഒരു ഹിന്ദി വാദ്യാരായ കുമാരൻ മാസ്റ്ററുടെ മകനായി ഞാൻ ജനിച്ചത്. ആ വീടിന്നില്ല, ആ ഗ്രാമമില്ല. പകരം ഇന്നൊരു കൂറ്റൻ ഫാക്ടറിയാണ് അവിടെ. കാറ്റൊന്ന് മാറി വീശിയാൽ 50% ഷെയർ ചന്ദ്രദാസിന് അവകാശപ്പെട്ടതാണ്. കേളു റൈറ്ററുടെ ലക്ഷ്മി മിൽസ്. അദൃശ്യനായ മറ്റൊരു പാർട്ണർ കൂടിയുണ്ട് ആ സ്ഥാപനത്തിന്, മുഖ്യമന്ത്രി CKR. വനനശീകരണത്തിന്റെ പേര് പറഞ്ഞ് നെഹ്റുവിന്റെ വ്യവസായ നയത്തെ വളച്ചൊടിച്ച് വ്യാഖ്യാനിച്ച് അധികാരത്തിന്റെ അടുത്തെവിടെയുണ്ടായിരുന്ന CKRഉം
പുത്തൻ പണക്കാരൻ കേളു റൈറ്ററും കൂടി ആ ഗ്രാമവാസികളെ തന്ത്രപൂർവ്വം കുടിയിറക്കി. രാഷ്ട്ര പുനർനിർമ്മാണത്തിന് പുറംതിരിഞ്ഞു നിൽക്കരുതല്ലോ. അവരെതിർപ്പൊന്നും പറയാതെ ഇറങ്ങി. പകരം കിട്ടിയതാണ് ഇന്ന് ചന്തക്കാടെന്ന് വിളിക്കുന്ന ഇട്ടാവട്ടത്തിലുള്ള ചതുപ്പ് നിലം. വേരറ്റു, ജീവിതമാർഗങ്ങൾ അടഞ്ഞു. ഫാക്ടറിയിൽ വാഗ്ദാനം ചെയ്ത തൊഴിൽ കിട്ടിയില്ല. 10,000-ഓളം മനുഷ്യരെങ്ങനെ ജീവിക്കും? അന്ന് മുറയിൽ കുറച്ചുകൂടെ സ്ട്രോങ് ആയതുകൊണ്ടായിരിക്കണം ആരും ക്രിമിനൽസ് ആയില്ല. മുണ്ട് മുറുക്കിയെടുത്ത് അങ്ങ് ജീവിച്ചു. ഒരിത്തിരി മണ്ണിന് വേണ്ടി അച്ഛൻ കയറിയിറങ്ങാത്ത വാതിലുകളില്ല. ഓരോ ഇലക്ഷൻ വരുമ്പോഴും ഓരോ നുണ പറഞ്ഞവരെ അച്ഛനെ പറ്റിച്ചു. ചുരുക്കി പറയാം, ഇലക്ഷൻ അടുത്തു. നഗരത്തിലാകെ തൊഴിലാളി വർഗ സർവാധിപത്യത്തിന്റെ കാറ്റാഞ്ഞു വീശി. CKR തോൽക്കുമെന്ന് ഉറപ്പ്. ജനസമ്മതനായ ഒരു രക്തസാക്ഷിയെ കിട്ടിയാൽ ഒരുപക്ഷെ വിജയിച്ചേക്കുമെന്ന് കേളു റൈറ്റർക്ക് തോന്നി. അവരതിനാളെ സംഘടിപ്പിച്ചു തുടങ്ങി. അച്ഛനായിരുന്നു അവരുടെ ലക്ഷ്യം. നമസ്കാരം. നമസ്കാരം.